ഈ ജാലവിദ്യയിൽ മാജിക്കിൻ്റെ യഥാർത്ഥ രഹസ്യങ്ങൾ അതുകൊണ്ട് ഉപജീവനമാർഗം നടത്തുന്നവർ ആ സന്ദർഭത്തിൽ പറയാറില്ല. അത് നിർത്തിക്കഴിയുമ്പോഴാണ് പിന്നെ ചാനലുകളിൽ പോയിരുന്ന് അതിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നത്. അത്തരമൊരു പ്രവൃത്തിയാണ് ഭിന്നശേഷിക്കാരുടെ വലിയ ജീവിച്ചിരിക്കുന്ന ദൈവം എന്ന തരത്തിലേക്ക് ഖ്യാതി നേടിയ നമ്മുടെ മുതുകാട് സാറൊക്കെ നടത്തിയ കാര്യം. അദ്ദേഹത്തിനെതിരെ നിരവധിയായ ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ റേഷനരിയുടെ കാര്യവും ഞാൻ സൂചിപ്പിച്ച 2,25,000 രൂപയുടെ കാര്യവും ഒരക്ഷരം പോലും അദ്ദേഹം മിണ്ടുന്നില്ല. യഥാർത്ഥത്തിൽ മറവി രോഗത്തെക്കുറിച്ചും മായാവർണ്ണത്തെക്കുറിച്ചും മഴവില്ലിനെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടി വിശദീകരിക്കണ്ടേ സാറേ? ഒന്നുമല്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോയതാണ്, പരിഹരിക്കാമെന്നും പറയണ്ടേ? പരിഹരിക്കാൻ എന്തെങ്കിലും ശ്രമമെങ്കിലും നടത്തണ്ടേ? അതൊക്കെയല്ലേ നമ്മുടെ വളരെ ആത്മാർത്ഥമായ ആത്മാഭിമാനമുള്ള സത്യസന്ധത എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാൻസുകാരും അദ്ദേഹത്തിന് വേണ്ടി മരിക്കുന്നവരുമൊക്കെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കണ്ടേ? നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സാമൂഹ്യ സുരക്ഷാ മിഷനിൽ അന്ന് കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സാധ്യത വേണമെന്ന പരിശോധനയ്ക്കിടയിലാണ് ആ കുട്ടികളെ മാജിക്ക് പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം രംഗപ്രവേശം ചെയ്തത്. അങ്ങനെ ഒരു പരിശീലന പരിപാടിയുമായി വന്ന ആൾ അവിടുത്തെ അനന്തമായ സാധ്യതകൾ കണ്ട് എന്ന് എതിർക്കുന്നവരും, എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ട് ഹൃദയവികാരം തോന്നി വല്ലാതെ കരളലിഞ്ഞ് ഉള്ളലിഞ്ഞ് അവർക്ക് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന മുതുകാട് സാറും യോജിച്ചു പോരുന്നത് ഈ ഇടപെടലിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിറഞ്ഞു നിൽക്കുകയും ഒരുപാട് സേവനങ്ങളെക്കുറിച്ച് എല്ലാവരും വാഴ്ത്തിയും പുകഴ്ത്തിയും പറഞ്ഞുമൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഈ ആരോപണങ്ങളുടെ കാര്യത്തിൽ ഇതിൽ ഉന്നയിക്കപ്പെടുന്ന ഓരോ രക്ഷകർത്താക്കളും അതവരുടെ കൂട്ടായ്മയൊന്നുമല്ല, പല സ്ഥലത്തും ഉള്ളവരാണ്. അവരോടൊക്കെയും പറയുന്ന വാചകങ്ങളുടെ സമാനത അത് എന്ത് വികാരഭരിതമായിട്ടാണ് അവർ സുനിതാ ദേവദാസിൻ്റെ അഭിമുഖത്തിലും വീഡിയോയിലുമൊക്കെ പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പൊതുവിൽ കാടടച്ച് വെടിവെക്കുന്നത് പോലെ വീണ്ടും വൈകാരികമായ ഒരുപാട് കാര്യങ്ങളും അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതവും അതിനുവേണ്ടി നഷ്ടപ്പെടുന്ന മണിക്കൂറുകളും അവർക്ക് വേണ്ടി മരിച്ചേ അടങ്ങൂ എന്ന് വാശി തീർക്കുന്ന വലിയ ആത്മാഭിമാന ബോധവുമൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും രണ്ട് ശ്രദ്ധേയമായ കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായി ഈ ആരോപണങ്ങളിൽ ഉന്നയിക്കപ്പെട്ടു. അതിലൊന്ന് റേഷൻ കാർഡിൻ്റെ വിഷയമാണ്. അതിൻ്റെ വിവരാവകാശ രേഖയും എനിക്കും ലഭിച്ചിട്ടുണ്ട്. ആ വിവരാവകാശ രേഖ പ്രകാരം അദ്ദേഹം അവിടെ ചേർത്ത കുട്ടികളെ അവരുടെ വീട്ടുകാരോ മറ്റും അറിയാതെ പോലും അവരുടെ റേഷൻ കാർഡുകളിൽ നിന്ന് അഡ്മിഷൻ സമയത്ത് വാങ്ങിയ എന്തൊക്കെയോ രേഖകൾ ആധാരമാക്കി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടു കൊടുത്ത് അവരവരുടെ റേഷൻ കാർഡുകളിൽ നിന്ന് കുറവ് ചെയ്ത് അദ്ദേഹം പിതാവായി ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കി. എന്തിനാ? റേഷനരി ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻറ്റ് വാങ്ങാൻ. റേഷനരി കുറഞ്ഞ കാര്യമൊന്നുമല്ല. ഞാൻ ഇപ്പോഴും കഴിക്കുന്നത് റേഷനരിയാണ്. എൻ്റെ വാപ്പ ഒരു റേഷൻ കട നടത്തിയ ആളാണ് ദീർഘനാൾ. പക്ഷേ ഞങ്ങളൊക്കെയും ഈ വിശപ്പുരഹിത കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ് ഏതാണ്ട് 100ഓളം കുടുംബങ്ങൾക്ക് 7 വർഷമായി റേഷൻ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കാറുണ്ട്. റേഷൻ എന്ന് പറയുമ്പോഴേക്കും ഒരു നിശ്ചിത അളവിലുള്ളത്. അങ്ങനെ സാധനങ്ങൾ എത്തിക്കുമ്പോൾ പലപ്പോഴും നിസ്സഹായരായ സഹായിക്കാൻ മനസ്സുള്ള പലരും ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ കാർഡിൽ റേഷനരി വാങ്ങിത്തരട്ടെ എന്ന്. ഞങ്ങൾ പറയും അത് വേണ്ട. കാരണം അത് കൊള്ളാത്തതുകൊണ്ടല്ല, ഈ കൊടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട അരി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ 1000 രൂപയുടെ പാക്കറ്റിൽ വലിയ വിലയുള്ള മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല അരി വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ പോലും ഈ കൊടുക്കുന്നത് ഒരു മിനിമമാണ് എന്ന് തോന്നിപ്പോകരുത്. അതുകൊണ്ട് ഈ രീതിയിലാണ് കൊടുത്തു പോരുന്നത്. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ആരുടെയും പേര് ഞങ്ങളാരും റേഷൻ കാർഡിൽ നിന്ന് വെട്ടി ഈ പറയുന്നത് പോലെ ഞങ്ങളൊരു കാർഡ് ഉണ്ടാക്കി ഇതിനു വേണ്ടി സംസാരിക്കുകയും തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നതിന് എൻ്റെ കൂട്ടുകാരോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ പേരിലോ മറ്റാരുടെയെങ്കിലും പേരിലോ ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കി 100 കുടുംബങ്ങളുടെ അച്ഛനാവാനൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാരണം റേഷൻ കാർഡ് ഒരു വൈകാരികമാണ്. പ്രത്യേകിച്ച് ഇത്തരം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളുകളിൽ എന്തെങ്കിലും ആനുകൂല്യം ആ മേൽവിലാസത്തിൽ കിട്ടണമെങ്കിൽ, ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്ന് കിട്ടണമെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ പേര് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ റേഷൻ കാർഡിനകത്ത് വേണം. റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരർത്ഥത്തിൽ
മനുഷ്യർ സാധാരണക്കാരായ ആളുകൾ കാണുന്നത് അവരുടെ ഒരു അസ്തിത്വം അങ്ങ് നിഷേധിച്ചതുപോലെയാണ്. എന്നാൽ അതുപോലും ചെയ്യുന്നതിന് ഈ രക്ഷകർത്താക്കളോടൊന്നും പറയാതെ ഈ അപേക്ഷകളും രേഖകളുമെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൊണ്ടുചെന്ന് ഒരു നിവേദനമായി കൊടുത്ത് അവർക്ക് ഇദ്ദേഹത്തിലുള്ള സെലിബ്രിറ്റി ഭാവത്തിലും ഈ പറഞ്ഞ ആൾ ദൈവമായി അവതരിക്കപ്പെട്ട് വലിയ ഹൈപ്പ് കൊടുക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുമൊക്കെ അതിൻ്റെ പേരിൽ റേഷൻ പെർമിറ്റ് അനുവദിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവ് 26/8/2022 ഈ റേഷൻ പെർമിറ്റ് അനുവദിക്കുന്നതിനായി ഗോപിനാഥ് മുതുകാട് സാറ് ഭക്ഷ്യമന്ത്രിക്കൊക്കെ ഇതിൻ്റെ നിവേദനം കൊടുത്തത് 15/6 ഈ 15/6 കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. അതെന്തിനാണ് കൊടുത്തതെന്നും പറയുന്നുണ്ട്. വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലും അഗതി മന്ദിരങ്ങളിലും ഹോസ്റ്റലുകളിലും അധിവസിക്കുന്ന ഈ കാർഡുകളിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കുൾപ്പെടുന്ന കാർഡുകളിൽ NRK സ്റ്റാറ്റസ് ആക്കണമെന്ന പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണറുടെ 18/1/2023 ഇന്ദിരാ നമ്പർ കത്തിലെ നിർദ്ദേശമനുസരിച്ചാണ് റേഷൻ വിഹിതം ഒഴിവാക്കിയത്. അവരെ കാർഡുകളിൽ നിന്ന് ഒഴിവാക്കി ഇദ്ദേഹം ഒരു കാർഡ് ഉണ്ടാക്കി. തുടർന്ന് ഗോപിനാഥ് മുതുകാട് തന്നെ നൽകിയ അപേക്ഷയിൽ ഈ NRK സ്റ്റാറ്റസ് ആക്കിയ നടപടി റദ്ദ് ചെയ്ത് അംഗങ്ങൾക്കുള്ള റേഷൻ വിഹിതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും കാശ് വാങ്ങി പിരിച്ച് സെലിബ്രിറ്റിയായി വലിയ അത്യന്താധുനിക രീതിയിൽ കൊണ്ടുപോകുമ്പോഴും ഈ പാവങ്ങളുടെ റേഷനരി പോലും വിടരുത് എന്ന രീതിയിൽ അതും കൂടി വാങ്ങിച്ച് ഇതിൻ്റെ ഭാഗമാക്കി റെഡിയാക്കാനുള്ള ശ്രമമാണ് പിന്നീട് രക്ഷകർത്താക്കളായ ആളുകൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ റദ്ദാക്കിയത്. അങ്ങനെയൊരു സംഭവം തെറ്റായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഉപദേശിച്ചതുകൊണ്ടാണ് ചെയ്തത് എന്നെങ്കിലും ഒരു ബൗദ്ധികമായ സത്യസന്ധതയുണ്ടെങ്കിൽ അങ്ങ് ഈ പറയുന്ന ധാരാളം റീലുകളിലൂടെ പറയുന്ന ആത്മാർത്ഥത, മനസാക്ഷി, സത്യസന്ധത, വൈകാരികത തുടങ്ങിയ അതിൻ്റെ ഏതെങ്കിലും ഒരു അംശമുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് പറയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ? അത് പറയുന്നതേയില്ല. ഈ നാട്ടിൽ എത്രയോ ആളുകൾക്ക് ഇതുപോലെ കൊടുക്കുന്ന എത്രയോ പേരുണ്ട്. ഞങ്ങൾ ഒരു വർഷം ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെയും മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളെയും വീടുകളിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിരുന്നു. നാട്ടുകാരായ ആളുകൾ വാങ്ങിച്ചു തരുന്നതാണ്. ആ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ സ്ഥിതിയൊന്ന് കാണേണ്ടതാണ്. 10, 100, 150 പേർക്ക് നക്ഷത്രതുല്യമായ ഒരവസ്ഥ നൽകുമ്പോൾ 10,000-കണക്കിന് പേർ പടുകുഴിയിൽ കിടക്കുകയാണ്. വീടുകളിൽ പാമ്പേഴ്സ് കെട്ടിക്കിടക്കുന്നവരുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ പരമകൂടിയിൽ നിൽക്കുന്നവരുണ്ട്. ഇവരെയൊക്കെ സഹായിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസം 2-3 പേരൊന്ന് പറഞ്ഞിട്ട് വരാമെങ്കിൽ ഈ പരിസരത്തുള്ള വീടുകളിൽ കൊണ്ടുപോയി കാണിക്കാം. ഈ വീടുകളിൽ കിടക്കുന്നവർക്ക് ഒരു മാന്യമായി ജീവിക്കാനുള്ള ഒരു സൗകര്യമെങ്കിലും ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഫലം കിട്ടും. അങ്ങനെയുള്ളവരുടെ റേഷൻ കാർഡാണ് കുറവ് ചെയ്ത് ഈ പരിപാടി കാണിച്ചത്. 1. 2 ദിവസമായി ഞാൻ പറയുന്നു, 2,25,000 രൂപ ഒരിടത്ത് പരിപാടി അവതരിപ്പിക്കാനായി അഡ്വാൻസായി വാങ്ങുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പറ്റുമോ? അതൊക്കെ നമ്മുടെ ഒരു ഇത് വെച്ചുള്ളൊരു വിലപേശലല്ലേ? അതെവിടെ നിന്നാണ് കിട്ടുന്നത്? അത് കിട്ടുന്നത് ഈ മാധ്യമങ്ങളും മറ്റുള്ളവരും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ കിട്ടുന്ന ഹൈപ്പിലൂടെയാണ്. ആ ഹൈപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ, സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ, ഇതുപോലെ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം, ഇത്രയുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഈ കാലത്ത് കിട്ടുന്ന ആ മൂല്യത്തെയാണ് അങ്ങനെ വിൽക്കുന്നത്. ഞാനിതിൻ്റെ ഈ കാശ് കൊടുത്തവരോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്തിനിത് നേരത്തെ കൊടുത്തു? സാധാരണ ക്ലാസ് കഴിയുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് അങ്ങനെയല്ല, അത് കൊടുത്തെങ്കിലേ ഡേറ്റ് തരൂ. അപ്പോൾ അത് റദ്ദാക്കുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ? അതിന് പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് തന്ന കാശ് തിരികെ തരാനുള്ള പ്രൊവിഷൻ ഇല്ലത്രേ. ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏത് സർവീസ് സ്വീകരിക്കുമ്പോഴും നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്താൽ പോലും ഇത്ര മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്താൽ ഇത്ര ശതമാനം കിട്ടും. അല്ലെങ്കിൽ പിഴവ് എന്തെങ്കിലും അവരെ ഭാഗത്തുനിന്ന് സംഭവിച്ചതാണെങ്കിൽ മുഴുവൻ തരും, നഷ്ടപരിഹാരവും തരും. ഇത് ആ കാശും കൊടുക്കില്ല, വേറൊരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞ് 3 വർഷത്തോളമായി അവരെ ഇട്ട് ഓടിക്കുക എന്ന് പറയുന്നത് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഈ പൊതു സമൂഹത്തിൽ മാധ്യമത്തിലൂടെ വരുമ്പം കുറഞ്ഞ പക്ഷം അവരെ വിളിച്ച് അടുത്ത മാസം വന്ന് ക്ലാസ് എടുക്കാമെന്നോ ഇല്ലെങ്കിൽ ഇന്നാ നിൻ്റെ കാശ് പിടിച്ചോന്നോ പറഞ്ഞ് കൊടുക്കണ്ടേ? അങ്ങനെയല്ലേ ആത്മാഭിമാനമുള്ളവർ? നമ്മൾ ആരെയെങ്കിലും കാശ് വാങ്ങിയാൽ നിസ്സഹായനും ഗതികെട്ടവനുമാണെങ്കിൽ നമ്മൾ പറയും ഗതികേടാണ്, കയ്യിലൊന്നുമില്ല.
അല്ലെങ്കിൽ നമ്മൾ രംഗത്ത് വരുത്തേയില്ല, ഇത് വാങ്ങിച്ചുകൊണ്ട് മുങ്ങിക്കളയും. ഇതങ്ങനെയല്ല. സാമൂഹ്യ മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. വാഴയുടെയും കിളികളുടെയും പൂക്കളുടെയും കാര്യം പറയുന്നു. പൂക്കളും പൂമ്പാറ്റയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴവും ആത്മാർത്ഥതയും സത്യസന്ധതയും പറഞ്ഞ് കാണുന്നവരെല്ലാം കണ്ണീരൊഴുക്കുന്നു. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കണം. അതാണ് ബൗദ്ധികമായ സത്യസന്ധത. ഇതിനെ രണ്ടിനെക്കുറിച്ചും അദ്ദേഹം ഒന്നും പറയുന്നില്ല. ജനറലി ഇങ്ങനെ പറയുകയാണ്, അതും ഇതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് സാറ് നിർബന്ധമായും ഈ രണ്ട് കാര്യത്തിലെങ്കിലും കേരള സമൂഹത്തോട് വിശദീകരിക്കണം. രണ്ടാമത്തെ കാര്യത്തിൽ വിശദീകരണം ആവശ്യമില്ല. അവർക്ക് ഈ കാശങ്ങ് കൊടുത്താൽ മതി, ഈ വിഷയം അങ്ങ് തീരും. അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹക്കടപാടാണ്. അത് തീർത്തേക്കണം.